ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ റോക്ക് സ്റ്റാറിൽ നിന്ന് ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GTA 6 വേണ്ടിയിട്ട് പുതിയൊരു കവർ പേജ് അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു കവർ പേജ് ഇന്ന് റിവീൽ ചെയ്തു, അതായത് ജൂൺ 18 റിവീൽ ചെയ്തു. എല്ലാവരും അപ്ഡേറ്റും പ്രതീക്ഷിച്ച് 21 കാത്തിരുന്നതാണ്. പക്ഷേ ഇവർ നേരത്തെ റിലീസ് ചെയ്തത് നല്ലൊരു തീരുമാനമാണ് റോക്ക് സ്റ്റാർ. കാരണം അവന്മാർക്കറിയാം ഇത് വെച്ചോണ്ടിരുന്ന ലീക്ക് ആവുമെന്ന്. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ പ്രീ ഓർഡേഴ്സിന്റെ ഡേറ്റ്സും ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. ജൂൺ 25 പ്രീ ഓർഡേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലേ സ്റ്റേഷൻ സ്റ്റോറിനും പിന്നെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. സോ കൺസോൾ ഗെയിമേഴ്സ് ഈ ഡേറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഗെയിമിനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. നിങ്ങൾ ഡിജിറ്റൽ എഡിഷൻ വാങ്ങാതെ ഡിസ്ക് എഡിഷൻ ആണ് വാങ്ങുന്നതെങ്കിൽ ഈ ഒരു കവർ പേജ് നിങ്ങൾക്ക് ഡിസ്ക് എഡിഷനിൽ ഉണ്ടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് റോക്ക് സ്റ്റാർ ഈ കവർ പേജ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ നമ്മുടെ റോക്ക് സ്റ്റാർ ആണെങ്കിൽ അവരുടെ ലോഗോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതിലൊക്കെ കയറി നോക്കിയപ്പോൾ അവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഫുള്ള് മാറിയിട്ടുണ്ട്. അപ്പം ഇനി തൊട്ട് അവർ റെഡി ആകുന്നതെന്ന് വെച്ചാൽ GTA 6 അപ്ഡേറ്റ്സ് ഒക്കെ തരാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവരെടുത്തു കഴിഞ്ഞു. ഇനി കുറേ അപ്ഡേറ്റ്സ് കിട്ടാൻ പോകുന്നുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജൂൺ 21 തൊട്ട് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ജൂൺ 21 എന്തെങ്കിലും അപ്ഡേറ്റ് ചിലപ്പം കാണാൻ സാധ്യതയില്ലാതെ ഇല്ല. ട്രെയിലർ 3 വരാനും ചാൻസ് ഉണ്ട്. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. അല്ലാതെ എന്തെങ്കിലും മേജർ അപ്ഡേറ്റ് കിട്ടാതെ ഇരിക്കത്തില്ല. ലൂസിയുടെയും ജേസന്റെയും പുതിയ ആർട്ട് വർക്ക് കൂടെ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഫോണിലോ ഡെസ്ക്ടോപ്പിലോ വാൾപേപ്പർ ആയിട്ട് വെക്കാനായിട്ട് 1-2 പിക്സ് ഉണ്ട്. കവർ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബൂബി ഐക്കേനെയും രാഹുൽ ബറ്റീസ്റ്റീനെയും കാണാം. റോക്ക് സ്റ്റാർ ഏതൊരു GTA ഗെയിമിന്റെ കവർ ആർട്ട് ചെയ്താലും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 ക്യാരക്ടേഴ്സ് വയ്ക്കും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം GTA 6 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ബൂബി ഐക്കയും രാഹുൽ ബറ്റീസ്റ്റയും. തൽക്കാലത്തേക്ക് ഇവരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്തതായിട്ട് നമ്മുടെ സീ സ്പാരോ എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിയാമിയിൽ കാണപ്പെടുന്ന സാധാരണയായിട്ടുള്ള സ്പീഡ് ബോട്ട്, ഒരു യെല്ലോ കളർ ലംബോർഗിനി, പിന്നെ ഇവിടെ ഒരു ബൈക്കർ പോലീസിന് മുമ്പിൽ സ്റ്റണ്ട് കാണിച്ച് നിൽക്കുന്നുണ്ട്. അവന്റെ ബൈക്കിന്റെ ലിവർ കണ്ടാൽ മനസ്സിലാവും വെഹിക്കിൾ മോഡിഫിക്കേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ സ്പീഡ് ബോട്ടിന്റെ പുറത്തൂടെ ഒരു ഫമീങ്കോ പറന്നു പോകുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം GTA 6 വൈൽഡ് ലൈഫിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. പിന്നെ കണ്ണേറ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുതലയും. എന്തായാലും മുതലുള്ള സ്ഥിതിക്ക് സിംഹം, പുലി, കടുവ ഇതെല്ലാം കാണുമല്ലേ. അവസാനമായിട്ട് പേരും നാടും അറിയാത്ത ഒരു ചേച്ചിയും ഉണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഏതൊരു ഗെയിമിൽ നോക്കിയാലും, അതായത് ഏതൊരു GTA ഗെയിമിൽ നോക്കിയാലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണ്. ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു റോക്ക് സ്റ്റാർ പറ്റുമെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ID കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ കൊള്ളായിരുന്നു.